സോ ഗൈസ് എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ പിന്നെയും സൂപ്പർ മീമസ് ആയിട്ട് വന്നേക്കുവാണ്. പിന്നെ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ഒരെണ്ണം കൂടി 13ാമത്തെ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്ക് വളരെ നന്ദി. ഞാനുള്ള പേര് നോക്കിയില്ല, പക്ഷേ ഞാൻ നന്ദി പറയുകയാണ്. ഇതേപോലെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, നമ്മുടെ ചാനൽ കാണുന്ന ആൾക്കാർ. പിന്നെ ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കുക, പിന്നെ കമൻറ്റ് ചെയ്തേക്കുക അടുത്ത ഏത് ഡൈനോസറായിട്ട് കളിക്കണമെന്ന്. ഓക്കെ ഗൈസ്, നമുക്ക് നടക്കാം. ഓക്കെ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിലാണ് ഞാൻ ഫുൾ ഗ്രോത്ത് എത്തിച്ചത്. ഓക്കെ, പിന്നെ അതിന് ഗ്രാഫിക്സ് ഒക്കെ കൂടിയിട്ടുണ്ട്. പിന്നെ അത് പുതിയ ഡൈനോസർ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞായിരുന്നു. അത് പുതിയ അപ്ഡേറ്റ് ആണ്. ടെനാട്ടോസോറസും പിന്നെ വേറൊരു സൗറോപ്പോഡും വന്നെന്നാണ് ഞാൻ കേട്ടത്. അതിന് ഫേക്ക് ന്യൂസ് ആണെന്ന് അറിഞ്ഞൂടാ, ആയിരിക്കും, പറയാൻ പറ്റില്ല ഗൈസ്. നമുക്ക് നേരം പോവാം. ഞാനൊരു വീഡിയോ എടുത്ത് നോക്കുമ്പോഴാണ് അവർ കാണിക്കുന്നത്. ടെനാട്ടോസോറസും പിന്നെ വേറെ ഏതൊരു സൗറോപ്പോഡും വേണമെന്നൊക്കെ പറഞ്ഞായിരുന്നു. ഓക്കെ, നമ്മൾ H4 എടുത്ത ഗൈസ് ഫോൺ അയക്കുന്നത്. നമുക്ക് നേരെ പോവാം. ഈ ഫീറ്റിലല്ലേ അത്രേ ഉള്ളൂ. പോക്കിമോൻ മുക്കി അവനാണോ കടിക്കാൻ നിൽക്കുന്നുണ്ട് ഗൈസ്. ഓക്കെ, നമ്മൾ H4 അടുത്താണ്. ഇച്ചിരി സൂക്ഷിക്കണം, നമ്മൾ ബി കെയർഫുൾ. ഓക്കെ ഗൈസ്, ഇവനെ കുറേ അബിലിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. അതൊക്കെ നമുക്ക് പിന്നെ കാണിക്കുന്നുണ്ട്. ഒന്നില്ലെങ്കിൽ നല്ല ഫൈറ്റ് ആയിരിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഫൈറ്റ് നമ്മൾ ഇതിനെ വെച്ചിട്ട് എടുത്തിട്ടില്ല. ഫുൾഗത്ത് വെച്ച് കഴിഞ്ഞാൽ ഫൈറ്റ് എടുക്കും നമ്മൾ. അതങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ തന്നെ നമുക്ക് ഫുൾഗത്ത് സൂപ്പർ. അടുത്ത ഡൈനോസറായിട്ട് ഇടാൻ ഉദ്ദേശിക്കുന്നത് റെക്സിനെയാണ്. റെക്സിനെ കിട്ടാൻ അത്ര പോയിനായി. അതുകൊണ്ട് ഞാൻ അടുത്ത റെക്സിനെയാണ് ഇടാൻ പോകണമെന്ന് പറഞ്ഞേക്കുന്നു ഗൈസ്. റെക്സിനെ കിട്ടുമെന്ന് പറഞ്ഞൂടാ. റെക്സിനെ തന്നെ എടുക്കാൻ കാര്യം കുറച്ച് കപ്പാസിറ്റിയുള്ള ഡൈനോസർ എടുത്ത് കളിക്കണം. ഞാൻ അതിൽ പ്രോ പ്ലെയർ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഇച്ചിരി പവറുള്ള ഡൈനോസറാണ്. ഞാൻ ഇതിനൊക്കെ സ്പൈനോനെ മേടിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചത്. പക്ഷേ ഇവനെ മേടിക്കേണ്ടി വന്നു ഗൈസ്. പക്ഷേ സീനുണ്ട്, അധികം പ്രശ്നമൊന്നുമില്ല, സെറ്റാണ്. പക്ഷെ നമ്മൾ ഫുഡൊക്കെ നല്ലോണം കൊടുക്കണം, അല്ലെങ്കിൽ നല്ല പണി കിട്ടും. അതിൻ്റെ ഫുഡ് മീനാണ്. മീനുള്ള തടാകത്തിലാണ് അവൻ ജീവിക്കുന്നത്. ഓക്കെ, ഡാമേജ് ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല ഡാമേജ് ഉണ്ട്. നമുക്ക് പോവാം. ഇതെന്തൊരു സാധനം അറിഞ്ഞൂടാ ഗൈസ്, എന്താ അറിഞ്ഞൂടാ. പോയി നോക്കാം. ഓക്കെ, ഫുഡ് ചാറ്റ് ഓഫ് ചെയ്തത്. ഓക്കെ, നമുക്ക് നേരെ പോവാം ഗൈസ്. ഓക്കെ ഗൈസ്, നേരെ പോവാം. ഓക്കെ വേഗം പോവാം. പിന്നെ ഓട്ടൊക്കെ ചെയ്യണം, പ്രശ്നമൊന്നുമില്ല. തീരും പ്രശ്നം. അപ്പോൾ കുറച്ച് റെസ്റ്റ് എടുക്കാം. ഇരിക്കുന്ന ജീവിതം ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഗൈസ്. അതും ബുദ്ധിമുട്ട് മുഴിഞ്ഞ മതി ഗൈസ്. പിന്നെ ഇവരുമായി കളിക്കണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് ഗൈസ്. പക്ഷേ അതെങ്ങനെ കയറ്റണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് ഇവരുമായി കളിക്കുന്ന ആൾക്കാരാണ് കാണുന്നതെങ്കിൽ ഫ്രീ ആയിട്ട് കിട്ടാനുള്ളൊരു ഓപ്ഷൻ പറയുക. ഉറപ്പായിട്ട് ഇവരുമായി ഞാൻ കളിക്കുന്നതാണ്. എനിക്കതിനകത്ത് ഏറ്റവും ഇഷ്ടമുള്ള സാധനം ഡീനോസൂക്കസും എന്താണ് പിന്നെ ടീറക്സ്, അതിനൊക്കെയാണ് എനിക്കിഷ്ടം ഗൈസ്. അതിനകത്ത് നമുക്കൊന്ന് കളിക്കുന്നതായിട്ട്. ഓക്കെ റെസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, നമുക്ക് ഞാൻ പോയി നടക്കാം. സൺസെറ്റ് കിടന്നുകൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നു. അറിഞ്ഞൂടാ, അല്ല രാവിലെയാണ്. ഓക്കെ, നമ്മളൊക്കെ സ്പോണായത് രാത്രി. ഒരു ഡൗട്ട്, ഈ സെർവറിൽ അധികം ആൾക്കാരില്ല ഗൈസ്, കുറവാണ്. ഞാൻ കാണിച്ചത് അധികം ആൾക്കാരില്ല ഈ സെർവറിൽ. എൻ്റെ ഫ്രണ്ട് ഉണ്ടല്ലോ ഈ സെർവറിൽ. എവിടെയാണോ ഇവനെവിടെയായിരിക്കും? നമുക്കൊന്ന് പോയി നോക്കാം ഗൈസ്.
ഇവറ്റകൾ കൂടുതൽ ഉണ്ടാവുന്ന സ്ഥലം E7 ഒക്കെയാണ്. E7 ആ സെർവറിലൊക്കെയാണ് ഇവറ്റകൾ ഉണ്ടാവണത്. ഫൈറ്റ് കിട്ടാൻ വേണ്ടി ആരെങ്കിലും ഉണ്ടാവുന്നുണ്ടോ? അയ്യോ എക്സൽ കോട്ട്ലെസ് വെള്ളത്തിൽ അവനാണെങ്കിൽ നീന്തൽ സ്പീഡ് കുറവാണ് ഗൈസ്. അഡ്വാൻറ്റേജ് നമുക്ക് അബിലിറ്റീസ് പരീക്ഷിക്കാനുള്ള സാധനമാണ് ഗൈസ്. ഓ അവൻ പറഞ്ഞു തലയിലെത്തിയെന്ന്. അങ്ങനെ ഒരെണ്ണം പോയി. അല്ലല്ല വേറെന്തോ സാധനം. ഓക്കെ അവിടെ എന്തോ ഒരു സാധനം നിൽക്കുന്നുണ്ട് ഗൈസ്. എന്താണെന്ന് അറിഞ്ഞൂടാ. വെള്ളത്തിലേക്ക് ഇറങ്ങി ഒറ്റ കടിക്കല്ല നമ്മൾ. ഗ്ലോബിലിറ്റി ഉപയോഗിക്കാം. അത് നല്ല പവറായിന്. ഇതിനകത്ത് ഞാൻ കളിക്കാറുള്ളതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു ഗ്ലോബിലിറ്റി വയ്ക്കാണ്. പതുങ്ങി പോണം. അപ്പം അത് കാണൂല. ഇല്ല പതുങ്ങിപ്പോയ സംശയം വരും. കണ്ടല്ലോ എന്നുള്ളൊരു സംശയം പിന്നെ ഓ ഭയങ്കര വിങ്ങാണ് കേട്ടോ ഗൈസ്. സഹിക്കാൻ വയ്യ ഇങ്ങനത്തെ വിങ്ങ്. അതിനകത്ത് തന്നെ ഉണ്ട്. അവൻ വിചാരിച്ചത് നമുക്ക് കാണാൻ പറ്റില്ലെന്നാണ് വിചാരിച്ചത്. എൻ്റെ ഹാൻഡ് കിടക്കും ആള്. ഓക്കെ ചാർജ് സ്ട്രൈക്ക് കാണിച്ചു തരാം. പിന്നെ തൊള്ളേം പൊളിച്ച് ഒറ്റ കടി കടിയും. ഫസ്റ്റ് കില്ല്. സെക്കൻഡ് കില്ല്. വയറ് നിറഞ്ഞിരിക്കുന്നു ഗൈസ്. ഇതിന് പിന്നെ വെള്ളത്തിന് നല്ല ക്ഷാമമുണ്ട് ഗൈസ്. ഇങ്ങനെയുണ്ട് പിന്നെ അബിലിറ്റീസ് സീനല്ലേ. ഇത് എക്സിക്കോണാണ്. റൈക്കൊന്നും അവിടെ ഇല്ലെങ്കിൽ നമുക്ക് പോയി അറ്റാക്ക് എല്ലാത്തിനും അടിക്കണം. പിന്നീട് അടിക്കണം. പിന്നെ മറ്റാൻ പോയെന്ന് തോന്നട്ടെ ഗൈസ്. അവൻ പോയി. അവൻ എന്താന്ന് അറിഞ്ഞൂടാ, പേടിയാന്ന് തോന്നുന്നു. ഒരു പ്രാവശ്യം അവൻ വേറെ എന്തോ ഡൈനോസറോട്ട് വിളിച്ചപ്പോൾ ഞാൻ അവനിട്ട് കടിക്കുന്നതിൽ അവനെ ആക്രമിക്കാൻ പോകുന്ന സാധനത്തിട്ട് അടിച്ചാണ് ലാസ്റ്റ് അവൻ പഠിക്കും. അതായത് പേടി കഴിഞ്ഞു ചിലപ്പോൾ പേടി. ഓക്കെ പിന്നെ എന്താണ് ഇതിനകത്ത് വേറെ വല്ല അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ നെക്സ്റ്റ് ഇതുമായിട്ട് കയറിയാലോ. പക്ഷെ അപ്പോൾ സൂക്കൂടെ ഇത് പോവില്ലേ? വേണ്ട. എല്ലാവരും ഒരു സ്പീഡ് മാത്രം അഡ്വാൻറ്റേജ് ആയിട്ടുള്ളൂ. എല്ലാവരും എനിക്ക് കാരണം ഓഫ് ഫുൾ ഗ്രോത്ത് ആണ്. അതുകൊണ്ട് സീനൊന്നുമില്ല. മേടിച്ചേക്കണമെന്നല്ല. ഇതിപ്പോൾ എച്ച്4ലോട്ടാണ് പോകണം. എന്താ ഗതിയെന്ന് പറഞ്ഞു. അവിടെ എല്ലാ പടയുണ്ട്. അവിടേക്ക് പോകുന്നാലും വേഗം പോകാതിരിക്കണം. വേഗം പോകാൻ കഴിച്ചു. ബൈക്കിൻ്റെ നയിച്ചിട്ട് തീർന്നു. വേറെ ഒന്നും പറയാനില്ല. 2-3 അതൊരു ഫുൾ ഗ്രോത്ത് എത്തി. 2-3 എണ്ണമെങ്കിലും മിനിമം വേണ്ടി വരും ട്രൈക്കിന് അടിച്ചിടാൻ. കാരണം ട്രൈക്കിന് ഭയങ്കര ഹെൽത്താണ്. ഭയങ്കര അപ്ഡേറ്റാണ് ട്രൈക്കിനൊക്കെ. ബാറ്ററി റാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ എന്താണ് അബിലിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. നമ്മളെപ്പോലെ അല്ല ആളുടെ സീനാണ്. നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ നെക്സ്റ്റ് ചെയ്യാം. നെക്സ്റ്റ് ചെയ്ത് എന്താണ് 4 ഗ്രൂപ്പ് ഉണ്ടാക്കാം. നമ്മളെയും കൂടെ ചേർത്ത്. ഓക്കെ ഗൈസ് നമുക്ക് വേഗം പോവാം. ഓക്കെ നടക്കൂ. ആരെങ്കിലും പുറകെ ഉണ്ടോ? ഇല്ല, ആരുമില്ല. ഇവിടെ ഇതിനെ കിട്ടി. നമുക്ക് പതുങ്ങി നടിച്ചല്ലോ ഗൈസ്. പേടിക്കില്ല. അവനോടി പോകും ഗൈസ്. തേടുകില്ല ഉറപ്പാണ്. ഞാൻ അവനവിടെ കിടക്കുന്ന എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ ചെന്നത്. ഓക്കെ തേടുകില്ലേ നമ്മൾ ഇന്നത്തെ ദിവസത്തെ തേടുകില്ല. ഇവിടെ നിൽക്കുന്നത് നല്ലതല്ല ഗൈസ്. കാരണം ഇവിടെ എന്താണ് സ്പൈനോസ് സർക്കിൾ എന്നൊക്കെ പറഞ്ഞ കുറേ സാധനങ്ങളൊക്കെ വന്നതാണ്. അത് കാരണം ഇവിടെ നിൽക്കണ്ട ഗൈസ്. ഗിഗേനൊക്കെ നമുക്ക് കയ്യിൽ കിട്ടിയാൽ പിന്നെ നോക്കാം. സ്പൈനോ ഒക്കെ കുറച്ച് ഇതല്ലേ
സാർക്കോനെ നോക്കണം കൈ കിട്ടിയ നല്ല ബുദ്ധി വെച്ച് കളിച്ച് കഴിഞ്ഞാൽ കിട്ടും. അരവുണ്ട് വെള്ളത്തിൽ അരവുണ്ട്. സാർക്കോ വേണ്ടത് പറഞ്ഞില്ലേ സാർക്കോ സ്ഥലമൊന്നും. ഓക്കെ അവൻ തിരിഞ്ഞ് നിൽക്കണം. തിരിഞ്ഞ് നിന്നിട്ട് അവൻ വെള്ളത്തിൽ കയറാതിരിക്കണം. അപ്പോൾ നമുക്കടിക്കാം. അവനേക്കാളും ഹെൽത്ത് നമുക്കുണ്ട്. അവന് 300 നമുക്ക് 370. ചെയ്യാവുന്ന കത്തിയാണ്. പക്ഷെ അവന് ഡാമേജ് കൂടുതലാണ് ഗൈസ്. അത് നമുക്ക് സൂക്ഷിക്കണം. അത് നമ്മൾ സൂക്ഷിക്കണം. അതുകൊണ്ട് ഒരിക്കലും അവൻ തിരിഞ്ഞ് നിൽക്കുമ്പോൾ അടിക്കരുത്. നമുക്ക് പിന്നെ ജാതി അബിലിറ്റി ഒക്കെ ഉള്ളതാണ്. അതുകൊണ്ട് സീനൊന്നുമില്ല. അവൻ വെള്ളത്തിൽ ഇറങ്ങിയാൽ നമ്മൾ അടിക്കരുത്. കാരണം വെള്ളത്തിൽ നല്ല സ്പീഡാണ്. കത്തിച്ച് വിട്ടുമാതിരി പോകും അവൻ. അതുകൊണ്ട് വെള്ളത്തിൽ ഒരിക്കലും അവനെ വെച്ച് നമ്മൾ പോരിന് വിളിക്കരുത്. സോ ഡേഞ്ചറസ് ആണ്. മാത്രമല്ല അവനുള്ള സ്ഥലത്ത് നമ്മൾ വെള്ളം കുടിക്കരുത് ഗൈസ്. അവൻ നമ്മളുടെ പണിക്കുറ്റി ഒന്ന്. പിന്നെ ഈ സെർവറിലധികം ആൾക്കാരില്ലാത്തതുകൊണ്ട് കരയിൽ കയറി നിൽക്കുക. അതൊന്നും വലിയ സീനൊന്നുമില്ല ഗൈസ്. നമുക്ക് ഇവിടെ വല്ല സീനുണ്ടോ? നോ സീൻ. സ്പൈനോ ഈ സെർവറിലേ ഇല്ലെന്ന് തോന്നുന്നു. എനിക്ക് ഡൗട്ട്. സെർവറിൽ ഇല്ലെന്ന് തോന്നുന്നു സ്പൈനോ. ഇല്ലായിരിക്കും. പോവാം. അവനെന്തായാലും ഈ ക്ലിഫിൻ്റെ മുകളിലേക്ക് കയറി വരാൻ പറ്റില്ല ഗൈസ്. പക്ഷെ നമ്മൾ ബോൺ ബ്രേക്ക് ആയാൽ നമ്മൾ തീർന്നു ഗൈസ്. അവൻ്റെ കടി കൊണ്ട് ചാവുക. അതുകൊണ്ട് ബോൺ ബ്രേക്ക് ആവാതെ നോക്കണം. അതാണ് നമ്മളെ ഫസ്റ്റ് പ്രയോറിറ്റി. ബോൺ ബ്രേക്ക് ആക്കരുത്. ബോൺ ബ്രേക്ക് ഈസ് സോ ഡേഞ്ചറസ് ആൻഡ് ഇറ്റ് ഈസ് സോ ഈസി ടു സാർക്കോ ടു കിൽ us. അതുകൊണ്ട് ഒരിക്കലും സാർക്കോൻ്റെ അടുത്ത് ഇടി വയ്ക്കുമ്പോൾ ബോൺ ബ്രേക്ക് ആവാതെ നോക്കണം ഗൈസ്. ഓക്കെ ഗൈസ് നമ്മൾ ഒരു കില്ലും കൂടെ ചെയ്തിട്ടുണ്ട് ഗൈസ്. പിന്നെ വല്ല സൗണ്ട് കേട്ടെങ്കിൽ അത് എന്നോട് ക്ഷമിക്കുക. ഇവിടെ കുറേ കുറുമ്പ് പിള്ളേരുണ്ട്. ആ പിള്ളേരിന് സൗണ്ട് ഉണ്ടാക്കണതാണ്. ഓക്കെ നമുക്ക് പോവാം ഗൈസ്. പിള്ളേരുടെ കാര്യം. ഓക്കെ നമുക്ക് കയറി പോവാം. ഓക്കെ കുറേ ടൈം ആയെന്നാണല്ലോ എനിക്ക് തോന്നണത്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്ര മതിയോ ഗൈസ്? അടുത്ത വീഡിയോയിൽ നമുക്ക് നെക്സ്റ്റ് ഇടാം. പിന്നെ ഇവൻ്റെ ഇതുണ്ടോ ടെക്സ്ചറൊക്കെ ഞാൻ സീനാക്കി വെച്ചേക്കണം ഗൈസ്. മറ്റുള്ള എത്ര പല്ലുണ്ടെന്ന് നോക്കി. നിങ്ങൾ ഈ എത്ര പല്ലുണ്ടെന്ന് എണ്ണം കണ്ടത് തന്നെ. ഞാൻ ഇങ്ങനെ കുറച്ച് നേരം വെച്ച് തരാം. എത്ര പല്ലുണ്ടെന്ന് എണ്ണിക്കോട്ടെ. ആ പല്ല് മാറ്റിക്കളഞ്ഞു. വലിയ എണ്ണം ഇഷ്ടമല്ലെന്ന് പറഞ്ഞു ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ഗൈസ്.